ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് കൊണ്ട് ഒരു സൂപ്പറായ കിണ്ണത്തപ്പം ഉണ്ടാക്കണം എങ്ങനെയെന്ന് നോക്കാം. അതിന് ഞാൻ ഇത്രയും ഇടിയപ്പ മാവ് എടുത്തിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ മാവ് ഇരിക്കും. 1/4 കിലോ മാവ്, അതിന് ഒരു 300 ഗ്രാം ചീനി എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, പിന്നെ ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ തിരുവി അതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പാലെടുക്കാൻ അറിയാതുകൊണ്ട് ഞാൻ തേങ്ങ തിരുവിയത് പാലെടുത്തത് കാണിച്ചില്ല. പാലെടുത്ത് അരിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പാൽ അരിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടെ ഈ പാലരിക്കണം, കാരണം അതിൻ്റെ കറുപ്പുണ്ടാകും. അത് ഇതിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ട, ഈ കറുപ്പ് വേണ്ട, അതാണ് ഞാൻ അരിച്ചെടുത്തത്. ഈ മാവ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് വൃത്തിയായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ പഞ്ചസാര നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് കലക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ലവണ്ണം മാവിനൊന്ന് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക വന്നിട്ട് ഞാൻ വെള്ളത്തിൽ കലക്കിയാണ് ഞാൻ എടുത്തതിൻ്റെ ചണ്ടി നമുക്ക് വേണ്ട. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ അടുപ്പിൽ വെച്ച് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കാം. ഒരു 5 നിമിഷം ആകുമ്പം ഇത് റെഡിയാകും. ഇത് ഇപ്പോൾ ഇതാ ഈ സ്റ്റേജിലായി. നമുക്ക് ഒന്നും കൂടെ ഇതിങ്ങനെ കട്ടിയാവുന്ന നേരം ഇളക്കി കൊടുക്കാം. ഈ സ്റ്റേജ് കട്ടിക്ക് ഈ സ്റ്റേജ് വന്നിട്ടുണ്ട്. നമ്മൾ കൈ വിടാതെ കിണ്ടണം, അല്ലെങ്കിൽ കൈ വിട്ടാൽ അടി പിടിക്കും. അടി പിടിച്ചാൽ അത് കൊള്ളില്ല. ഈ സ്റ്റേജ് ആയിട്ടുണ്ട്. ഈ സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇത്തിരി ജീരകം ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അത് ഇത്ര ജീരകം എടുത്തിട്ടുണ്ട്. ഇത് മതി നമുക്ക്. ആ ഒരു ഫ്ലേവറിലാണ് ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് തിരിച്ച് നമ്മളൊരു ഇളക്കിളക്കി കൊടുക്കാം. ഞാൻ നിങ്ങളടുത്ത് ഈ മാവിൻ്റെ അളവ് പറഞ്ഞ് 200 ഗ്രാം മാവ്, 250 ഗ്രാം 300 ഗ്രാം ചീനി, അതിൻ്റെ അളവ് പറഞ്ഞ് തേങ്ങാപ്പാലിൻ്റെ അളവ് പറഞ്ഞില്ല. 1 ലിറ്റർ വെള്ളത്തിൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. 1 ലിറ്റർ വെള്ളം 200 ഗ്രാം മാവിന് കറക്റ്റായിരിക്കും. 200 അല്ലെങ്കിൽ 250 ഗ്രാം മാവിന് കറക്റ്റായിരിക്കും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഈ കിണ്ണത്തിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ കിണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴിതൊന്ന് നല്ല കല്ലായി കിട്ടും. ഇത് തണുക്കുമ്പോൾ നല്ല ഒരു സ്റ്റേജ് ആകുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞ്. ഇതിപ്പോൾ ഈ ലെവലിലായിട്ടുണ്ട്. ഇത് നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഈ ബൗളിൽ ഇളകി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് സൂപ്പറായ ഇത് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ല സ്മൂത്ത് വായിലിടുമ്പോഴും അലിഞ്ഞു പോകുമല്ലോ. ഇത് ഞാൻ പ്ലേറ്റിലെടുത്ത് വെച്ചത് ധന്യന, അതും ധന്യനായിട്ടുണ്ട്. അതും നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഇങ്ങനെ നല്ലൊരു സ്റ്റേജ് ഇങ്ങനെ കണ്ടോ. ഇതേ സ്റ്റേജിൽ നമുക്കെടുക്കാം. നിങ്ങൾ ഇതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് ഈ കിണ്ണത്തപ്പം. ഇത് കോൺഫ്ലവർ മാവാണെങ്കിൽ പച്ചരി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഇങ്ങനെ ലൂസാവും. ഇത് കുറച്ച് പച്ചരി മാവായതുകൊണ്ട് കുറച്ച് തിക്കാണ്. നിങ്ങളിതേപോലെ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.